ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കൾക്ക് വേണ്ടി ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തവക്കുലിൻ്റെ ദുആണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, റബ്ബി ലാ തുഹ്സിനി, എൻ്റെ റബ്ബേ നീ എന്നെ ടെൻഷൻ ആക്കരുത്, യൗമ യുബഅസൂൻ, ബീസത്തിൻ്റെ നാളിൽ വെച്ച്, നാളെ മഹ്ശറയിൽ വെച്ച് നീ എന്നെ ടെൻഷൻ ആക്കരുത്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ആ ദിവസത്തിൽ എന്നെ നീ ടെൻഷൻ ആക്കരുത്. ഇല്ലാമൻ അത്തല്ലാഹ, അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നവനല്ലാതെ മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസം. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നവന് ഉപകാരം ചെയ്യുന്ന ദിവസം ഇന്ന് കിട്ടും. ബി ഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നവനല്ലാതെ മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസം നീ എന്നെ ടെൻഷനാക്കരുത്. അപ്പം എന്താ ഇന്ന് കിട്ടുക? സലീമായ കൽബോടുകൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നവന് മക്കളും മുതലും ഉപകാരം ചെയ്യുമെന്നാണ് കിട്ടുക. ഈ ആയത്തിന് പെട്ടെന്ന് തോന്നുന്നത് എന്താണെന്നറിയോ? മക്കളും മുതലും ഉപകാരം ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് തോന്നുക. അങ്ങനെയല്ല. ഈ ആയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. റബ്ബി, എൻ്റെ റബ്ബേ, ലാ തുഹ്സിനി, എന്നെ നീ ടെൻഷൻ ആക്കരുത്, യൗമ യുബഅസൂൻ, അന്ത്യനാളിൽ നീ എന്നെ ടെൻഷൻ ആക്കരുത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസത്തിൽ നീ എന്നെ ടെൻഷൻ ആക്കരുത്. ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, ഖൽബുൻ സലീമോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നവൻ അല്ലാതെ മുതലും മക്കളും ഉപകാരം ചെയ്യാത്ത ദിവസം ടെൻഷനാക്കരുത് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് കിട്ടും? ഖൽബുൻ സലീമോടുകൂടെ ചെന്നവന് മക്കളും മുതലും ഉപകാരം ചെയ്യുമെന്നതിന് കിട്ടും. കിട്ടുന്നുണ്ടോന്നാവോ? ഉണ്ടോ? ഹലോ, കിട്ടുന്നുണ്ടോ? ഹലോ, കിട്ടുന്നുണ്ടോ? പഠനക്കാരെ കിട്ടുന്നുണ്ടോ? ആണുങ്ങളെ ഉണ്ടോ? ഉണ്ട്. ഖൽബുൻ സലീമോടുകൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നവന് മഹ്ശറയിൽ മുതലുകൊണ്ടും കാര്യം ഉണ്ടാവും, മക്കളെ കൊണ്ടും കാര്യം ഉണ്ടാവും. ഖൽബുൻ സലീമോടുകൂടെ ചെല്ലാത്തവന് മക്കളെ കൊണ്ടും കാര്യം ഉണ്ടാവില്ല, മുതലുകൊണ്ടും കാര്യം ഉണ്ടാവില്ല. മഹ്ശറയിൽ മുതലുകൊണ്ട് കാര്യം ഉണ്ടാവും, മഹ്ശറുകൊണ്ട് മക്കളെ കൊണ്ടും കാര്യം ഉണ്ടാവും. ആർക്കേ ഉണ്ടാവുള്ളൂ? ഖൽബുൻ സലീമോടുകൂടെ ചെന്നവന്. ഇനി ഒറ്റ കാര്യം നമുക്ക് അറിയാൻ ബാക്കിയുള്ളൂ. എന്താണ് ഖൽബുൻ സലീം? അത് കിട്ടിയാൽ ആർക്കാ മക്കളെ കൊണ്ടും ഓരോണ്ടും കാര്യം ഉണ്ടാകുമെന്ന് കിട്ടും. ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടണം? സലീം എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷപ്പെട്ടവൻ എന്നാണ്. അപ്പൊ ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട ഹൃദയം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തിൽ നിന്ന് രക്ഷപ്പെടുക? എല്ലാ ബന്ധങ്ങളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെടണം. അതിനാണ് ഖൽബുൻ സലീം എന്ന് പറയാം. ഒരാൾക്ക് 10 മക്കളുണ്ട്. അയാൾക്ക് ഇങ്ങനെ തോന്നി, എനിക്കിപ്പോൾ 10 മക്കളുണ്ടല്ലോ, എൻ്റെ കുട്ടികൾ നോക്കിക്കോളല്ലോ എന്നൊരാൾക്ക് തോന്നിയാലേ, ഓൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ മൂത്തോന് മറവ് പോയി എന്നിട്ട് ഫോൺ എടുത്തിട്ട് മോളെ കെട്ടിച്ചോടത്തേക്ക് വിളിക്കും. പിന്നെ വാപ്പൂന് ഒഴിവുണ്ടോ ഇപ്പാൻ്റെ അടുത്തൊന്ന് വന്നിക്കാൻ, എനിക്ക് അത്യാവശ്യം ഒരു ബൈക്ക് പോകാണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചെവിയോണ്ട് കേൾക്കണതിൻ്റെ മുന്നേ മൗത്താവൂല. എൻ്റെ മക്കൾ എന്നെ നോക്കുമെന്നൊരാൾക്ക് തോന്നിയാൽ അള്ളാഹു കൈയൊഴിയും. അതേ സമയത്ത് ആരെ മക്കൾ നോക്കും? പടച്ചോനെ, എനിക്ക് ഇജ്ജല്ലാതെ വേറെ ആരും ഇജ്ജല്ലോ എന്നൊരാൾക്ക് തോന്നിയാൽ ഓനോ എൻ്റെ മക്കൾ നോക്കും. മനസ്സിലാവുണ്ടോന്ന് അള്ളാഹു തആലക്കറിയാം. അവനാൻ്റെ മക്കൾ അവനാനെ നോക്കണമെങ്കിലുള്ള നിബന്ധന എത്രത്തോളം അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തൻ്റെ ഹിക്കം എന്ന കിതാബിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. വമിൻ അലാമാത്തിൽ ഇത്തിമാദി അലൽ അമലി നുഖ്സാനുർ റജാഇ ഇൻദ ഹുലൂലി സലൽ. ഒരു മനുഷ്യൻ തൻ്റെ അധ്വാനം കൊണ്ടും തൻ്റെ സമ്പത്ത് കൊണ്ടും തൻ്റെ മക്കളെ കൊണ്ടും തൻ്റെ സ്വാധീനം കൊണ്ടും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ പ്രതിസന്ധി ഘട്ടത്തിൽ അവന് അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടും. ക്യാൻസർ രോഗം പിടിപെട്ട് കിടക്കുന്ന ഒരാളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദേ, റമദാൻ മാസമായാൽ ഈ പള്ളിക്കത്തെ മുഴുവൻ പായും മാറ്റിക്കൊടുക്കൽ ഞാനാണ്. അന്ന് പായിടുന്ന കാലാണ്, ഇപ്പോൾ പിന്നെ കാർപ്പറ്റിൻ്റെ കാലാണ്. ഈ സംഭവം ഉണ്ടാകുമ്പോൾ പായിടുന്ന കാലാണ്. ഉസ്താദേ, റമദാൻ മാസമായാൽ
ഈ പള്ളിയത്തെ മുഴുവൻ പായി ഞാൻ എൻ്റെ ചെലവിലാ മാറ്റിക്കൊടുക്കല്. ഉസ്താദെ, പെരുന്നാക്ക് ചെറിയൊരുന്നാക്ക് പള്ളിയത്തെയും മദ്രസത്തെയും മുഴുവൻ മൂല്യന്മാർക്കും ഞാൻ എൻ്റെ ചെലവിലാണ് തുണിങ്കുപ്പായം കൊടുക്കല്. എന്നിട്ട് അള്ളന്നോട് ഈ പണി കാട്ടിയല്ലോ എന്ന് ഈ ചെവികളെ കൊണ്ട് കേട്ടിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുമാർക്ക് അവനെ ഏൽപ്പിക്കാത്തവനെ എൻ്റെ മക്കളെ കൊണ്ടും എൻ്റെ മുതലുകൊണ്ടും എനിക്ക് രക്ഷപ്പെടാം എന്നൊരാൾക്ക് തോന്നിയാൽ പ്രതിസന്ധിയിൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടും. ഇതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്കൾ ആർക്കാണ് ഉപകാരം ചെയ്യുക, സമ്പത്ത് ആർക്കാണ് ഉപകാരം ചെയ്യുക? അള്ളാഹുവിനെ ഏൽപ്പിച്ചവനാണ്, അല്ലാത്തവർക്ക് ഉപകാരം ചെയ്യൂല. അതുകൊണ്ട് പലപ്പോഴും നമ്മളെ മക്കളെ ഏൽപ്പിക്കുന്നത് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ സമ്പത്തിനെ ഏൽപ്പിക്കണോ. ഉസ്താദ് ഡോക്ടറെ എത്ര പൈസ വേണമെങ്കിലും ചെലവാക്ക, വാപ്പാന്റെ ജീവൻ കിട്ടിയാൽ മതി. പൈസയിൽ ഒരാൾ ഈത്തിമാദ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ തവക്കുൽ വിട്ട് ഒരാൾ പണത്തിൽ ഈത്തിമാദ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണം അവൻ ഉപകാരം ചെയ്യാതെ പോകും. അതേ സമയത്ത് ഒരാൾ അള്ളാഹുവിനെയാണ് തവക്കുൽ ചെയ്തിട്ടുള്ളെങ്കിൽ അവന്റെ പൈസ അവൻ ഉപകാരം ചെയ്യും. മക്കൾ ഉപകാരം ചെയ്യാതെ പോകും, അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിട്ടില്ലെങ്കിൽ. മക്കൾ ഉപകാരപ്പെടും, അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ടുണ്ടെങ്കിൽ. ഇതാണ് വ്യത്യാസം. ഇതിനാണ് നമ്മൾ അമ്പിയാക്കളെ പഠിക്കേണ്ടത്. നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയാൽ, ഉംറക്ക് പോയാലൊക്കെ കന്നാസിൽ വെള്ളം കൊണ്ടുവരും, സംസം വെള്ളം. നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ആൾക്കാരും ഉംറക്ക് പോയ ആൾക്കാരും വരുമ്പോൾ ആദ്യം 10 ലിറ്റർ കൊണ്ടിരുന്നു, ഇപ്പം 5 ലിറ്റർ കൊണ്ടുവരും. അതിൻ്റെ പുറമെ ചെറിയ കുപ്പിയിലാക്കി അടച്ചിങ്ങാണ്ട് ലഗേജിലിട്ടിട്ട് ആരും കാണാതെ പറയും കൊണ്ടുവരും സംസം വെള്ളം മക്കത്തുനിന്ന്. എന്താ സംസം വെള്ളം? ഒരു ഉമ്മയും ഒരു കുട്ടിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഒരു ഉമ്മയും ഒരു കുട്ടിയുമാണ് സംസമിന്റെ പിന്നിലുള്ളത്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ എന്നാണ് ഉമ്മാന്റെ പേര്. ഇസ്മായിൽ അലൈഹിസ്സലാം എന്നാകുന്നു മകന്റെ പേര്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കയിൽ കൊണ്ടുചെന്ന് ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് കൂടാരമുണ്ടാക്കി അതിൽ താമസിപ്പിച്ചു മടങ്ങിപ്പോന്നു. റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. പരിശുദ്ധമായ കഅബ ശരീഫ് ഇന്ന് നിലകൊള്ളുന്നതിന്റെ അടുത്ത് ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും ഒരു ടെന്റ് ഉണ്ടാക്കിയിട്ട് ആ ടെന്റിലാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളവും മറ്റൊരു പാത്രത്തിൽ കാരക്കയും വെച്ചു കൊടുത്തുകൊണ്ട് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം നടന്നു പോകുന്നത് കണ്ടപ്പോ ഭാര്യയായിരുന്ന ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഭർത്താവേ, ഇനിയും ഈ ചെറിയ കുട്ടീനെ ഇവിടെ ആക്കിയിട്ട് നിങ്ങൾ എവിടുക്കായി പോണത്? നമ്മളെ മലബാരി ഭാഷയിൽ പറഞ്ഞാൽ, നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ ആ ചോദ്യത്തിന് അങ്ങനെ പരിഭാഷപ്പെടുത്താം. ഈ ചെറിയ പൈതലിനെ ഇനിയും കൂടി ഇവിടെ കടത്തിയിട്ട് എവിടുക്ക പങ്ങളി പോണത് ചോദിച്ചു. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കിയില്ല. കാരണം തിരിഞ്ഞാൽ പറയാനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. എന്താ പറയാ? ഒന്നും പറയാനില്ല, അതുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല. രണ്ടാമതും ചോദിച്ചു, ഇനിയും ഈ ചെറിയ കുട്ടിനെ ഇവിടെ കടത്തിയിട്ട് നിങ്ങൾ എവിടുക്കായി പോണത്? രണ്ടാമതും തിരിഞ്ഞു നോക്കിയില്ല. മൂന്നാമത് ഒരു ക്ലൂ കൊടുത്തുകൊണ്ട് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ. ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ ഒരു പരിപാടി, ഒരു ക്ലൂ കൊടുക്കുക. കുട്ടികൾ പരീക്ഷയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ പരീക്ഷയ്ക്ക് വന്ന മാഷോട് അല്ലെങ്കിൽ ടീച്ചറോട് അല്ലെങ്കിൽ ഉസ്താദിനോട് ഈ ചോദ്യം എന്താ വായിക്കുക എന്ന് ചോദിക്കും. അവന് വായിക്കാൻ കിട്ടായിട്ടൊന്നുമല്ല, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാനാണ്. അങ്ങനെ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഒരു ക്ലൂ കൊടുത്തിട്ട് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ എന്ന് ചോദിച്ചു. മൂന്നാമത്, അല്ലാഹ് പറഞ്ഞിട്ടാണോ ഞങ്ങളവിടെ ആക്കിങ്ങാണ്ട് പോണത് എന്ന് ചോദിച്ചു. അപ്പോൾ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നാം, അതെ, അല്ലാഹ് പറഞ്ഞിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സയ്യിദത്തുനാ ഹാജറ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദല്ലാ യുളയ്യുനല്ലാഹ്. അല്ലാഹ് പറഞ്ഞിട്ടാണെങ്കിൽ അല്ലാഹു ഞങ്ങളെ വെറുതെ ആക്കൂലെന്ന് പറഞ്ഞു. എന്നാ പിന്നെ മനുഷ്യർക്ക് അത് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? അല്ലാഹ് പറഞ്ഞിട്ടാണെങ്കിൽ അല്ലാഹ് വെറുതെ ആക്കൂലല്ലോ എന്ന് നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സമാധാനമായി. പക്ഷേ മഹാനവർകൾക്ക് തിരിഞ്ഞു നോക്കാൻ അപ്പോഴും തോന്നുന്നില്ല. ഇത് കേട്ടുങ്ങാണ്ട് ഇങ്ങനെ പോയി.
ഒരു ചെറിയ കുന്നിന്റെ അപ്പുറത്തെത്തിയിട്ട് ഭാര്യയും മകനും കാണുകയില്ല എന്ന് ഉറപ്പായപ്പോൾ അവിടെ നിന്നിട്ട് തിരിഞ്ഞു തോരുന്നു, അള്ളാഹുവേ എൻ്റെ മക്കൾക്ക് ദുനിയാവിലെ പഴങ്ങളിൽ നിന്ന് നീ ഭക്ഷിപ്പിക്കണമേ എന്ന് തോരുന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി. തോൽപാത്രത്തിലുണ്ടായിരുന്ന വെള്ളം തീർന്നു, കാരക്ക പാത്രത്തിലുണ്ടായിരുന്ന കാരക്കയും തീർന്നു. കാരക്കയും വെള്ളവും തീർന്നതിനാൽ മുലയിലുണ്ടായിരുന്ന പാലും തീർന്നു. അങ്ങനെയെല്ലാം തീർന്നപ്പോൾ കുട്ടി കരയാൻ തുടങ്ങി. കുട്ടി കരയാൻ തുടങ്ങിയപ്പോൾ കുട്ടിനെങ്ങനെ ഒരു ഭാഗത്ത് കിടത്തിയിട്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ സഫ എന്ന കുന്നിലേക്ക് കയറി. ഒരാളുടെ ഉയരത്തിൽ കയറിയിട്ട് ഇങ്ങനെ വെള്ളം നോക്കി. കുട്ടി കിടക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ഓടി വരുന്നത് കണ്ടു. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഓടി വന്നിട്ട് ചെന്നായെ ആട്ടിയതിനു ശേഷം മറുവയിലേക്ക് പോയി. മറുവയിൽ ചെന്നതിന് ശേഷം ഇതേപോലെ തന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ വരുന്നത് കണ്ടു. അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ചെന്നായെ ഓടിച്ച് സഫയിലേക്ക് പോയി. ആ മണ്ഡ്യ സ്ഥലത്ത് നമ്മളിന്ന് ഉംറക്ക് ഹജ്ജിന് ചെന്നാ മണ്ടണം. ഹാജറ ബീവി എന്തേ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിനെടുക്കാതെ പോയത്? ശരിക്കും എന്താ വേണ്ടത്? ഒരു തള്ളി ഒരു കുട്ടിയും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു, വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. വെള്ളം അന്വേഷിച്ചു പോകുമ്പോ ആ കുട്ടിനെ തോളിലിട്ടേണ്ടല്ലേ പോവുക? എന്താ ഇസ്മായിൽ അലൈഹി സ്വലാം കനം കൂടുതലായിരുന്നു? ഇസ്മായിൽ അലൈഹി സ്വലാം വെയിറ്റ് കൂടുതലൊന്നും ഇല്ലല്ലോ. പിന്നെന്തേ? അത് ഇബ്രാഹിം നബിയോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇവിടെ വെക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോന്ന്. അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്നെ എടുക്കാത്തതിന്റെ കാരണം ചെന്നായ ഓടിച്ചിട്ട് രണ്ടാമതും പോയി, 7 തവണ പോയി. അവസാനം ഇസ്മായിൽ അലൈഹിസ്സലാം വാവിട്ട് കരയാൻ തുടങ്ങി, കാലിട്ടടിക്കാൻ തുടങ്ങി. അള്ളാഹ് പറഞ്ഞിട്ടല്ലേ ബടാക്കിയത്, എന്തെങ്കിലും ഒരു വഴിയുണ്ടാവുന്ന് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് അള്ളാഹു ഒരു വഴി നൽകിയതാണ് യഥാർത്ഥത്തിൽ സംസം വെള്ളം എന്ന് പറയുന്നത്. തവക്കുലിന്റെ ചീരിനിയാണത്. മജ്ലിസുന്നൂറിന് ചീരിനി ഉണ്ടാവുമല്ലോ, ബദരീങ്ങളാണ്ടിന് ബദരീങ്ങളുടെ മൗലിദിന് ചീരിനി ഉണ്ടാവും. എന്ന മാതിരി ഒരു പെണ്ണ് അള്ളാഹുവിൽ തൻ്റെ കുട്ടിയെ തവക്കുലാക്കിയപ്പോൾ നൽകിയ ചീരിനിയാണ് സംസം വെള്ളം. എന്നാണ് സംസം വെള്ളം എന്തിനെല്ലാം കുടിച്ചോ അതിനൊക്കെ പറ്റുമെന്ന് ഷഫീഉൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം